90 സെക്കൻഡ് മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക. എത്ര ഉത്തരങ്ങൾ വേണമെങ്കിലും പറയാം. ക്ലിയർ ആയിട്ട് പറയുക. ചോദ്യം കേട്ടിട്ട് ഉത്തരം പറയുക. കാരണം ബസർ റൗണ്ട് അല്ല. ആദ്യം പറയുന്നവർക്ക് കൂടുതൽ മാർക്ക് കിട്ടില്ല. ഓരോ ഉത്തരത്തിനും ശരി ഉത്തരത്തിനും 10 മാർക്ക് വീതമാണ് ലഭിക്കുക. നിങ്ങൾ എത്ര ഉത്തരം പറയുന്നു അതിനെ 10 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കായി. ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. തെറ്റിയാലും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതാണ് ഈ ഒരു റൗണ്ടിന്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അവസരം ചിന്മയ വിദ്യാലയ വഴുതക്കാട് അല്ലേ? ആരംഭിക്കാം. നിങ്ങളുടെ 90 സെക്കൻഡ് ഇതാ ആരംഭിക്കുന്നു. ശ്രീകൃഷ്ണന്റെയും ജാമ്പവതിയുടെയും പുത്രനാര്? സാമ്പൻ. ശരി ഉത്തരം. ഇന്ദ്രൻ ബ്രഹ്മഹത്യാപാപത്തെ തുടർന്ന് ഒളിച്ചു താമസിച്ചപ്പോൾ ദേവലോകത്ത് ഇന്ദ്രനായതാര്? നഹുഷൻ. ശരി ഉത്തരം. സത്യത്തെ പോലെ വിശിഷ്ടമായ ഗുണമാണ് എന്ന് വിദുരർ പറയുന്നത് എന്തിനെ കുറിച്ച്? 70 സെക്കൻഡ്സ് ബാക്കി. സത്യത്തെ പോലെ വിശിഷ്ടമായ ഗുണമാണ് എന്ന് വിദുരർ പറയുന്നത് എന്തിനെ കുറിച്ച്? സമയം പോന്നു. തെറ്റുത്തരം. എത്ര തരം കർമ്മങ്ങളുണ്ടെന്നാണ് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നത്? 4. തെറ്റ്. ദമ്പോദ്ഭവൻ ആരുമായിട്ടാണ് യുദ്ധം ചെയ്തത്? 50 സെക്കൻഡ്സ് ബാക്കി. ദമ്പോദ്ഭവൻ ആരുമായിട്ടാണ് യുദ്ധം ചെയ്തത്? 40 സെക്കൻഡ്. സമയം പോകുന്നു. അറിയില്ല. ഓക്കെ, സ്കിപ്പ്. ത്വഷ്ടാവിന്റെ പുത്രനാര്? തൃശിരസ്. തെറ്റുത്തരം. പാണ്ഡവസഭയിൽ അവസാനമായി സംസാരിച്ചത് ആരെന്നാണ് സഞ്ജയൻ പറയുന്നത്? 25 സെക്കൻഡ്സ്. പാണ്ഡവസഭയിൽ അവസാനമായി. അർജുനൻ. ശരി ഉത്തരം. സനത്സുജാത മഹർഷിയുടെ അഭിപ്രായം അനുസരിച്ച് എന്താണ് അമൃത തത്വം? 15 സെക്കൻഡ്സ്. ഓക്കെ, സ്കിപ്പ് ചെയ്യാം. ആരാണ് ഇന്ദ്രാണിയെ താമരപ്പൂവിൽ ഒളിച്ചു താമസിക്കുന്ന ഇന്ദ്രന്റെ അടുത്തെത്തിച്ചത്? 5 സെക്കൻഡ്സ്. അഗ്നി. 4 തെറ്റുത്തരം. 2 1 0. എന്ത് പറ്റി? ചില ചോദ്യത്തിന് ടൈം എടുത്തല്ലോ. ചിലപ്പോ സ്കിപ്പ് ചെയ്യായിരുന്നു. ടെൻഷനാണോ കൺഫ്യൂഷനാണോ? അങ്ങനെയൊന്നുമില്ല അല്ലേ? ഓക്കെ, നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം. സത്യത്തെ പോലെ വിശിഷ്ടമായ ഗുണമാണ് എന്ന് വിദുരർ പറയുന്നത് ക്ഷമയെക്കുറിച്ചാണ്. ക്ഷമയായിരുന്നു ശരി ഉത്തരം. എത്ര തരം കർമ്മങ്ങളുണ്ടെന്നാണ് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നത്? ആർക്കെങ്കിലും പറയാമോ? എത്ര തരം കർമ്മങ്ങളുണ്ടെന്നാണ് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നത്? 3 ശരി ഉത്തരം. അതിന് മാർക്കില്ല, എന്നാലും അറിയാൻ വേണ്ടി. ദമ്പോദ്ഭവൻ ആരുമായിട്ടാണ് യുദ്ധം ചെയ്തത്? നരനാരായണന്മാരാണോ? ആരോടുമായിട്ടാണ് യുദ്ധം ചെയ്തത്? നരർഷി. അതാണ് ശരി ഉത്തരം. നരർഷിയാണ് ശരി ഉത്തരം. ഓക്കെ. ത്വഷ്ടാവിന്റെ പുത്രൻ? വിശ്വരൂപൻ. ശരി ഉത്തരം. ഓക്കെ. സനത്സുജാത മഹർഷിയുടെ അഭിപ്രായം അനുസരിച്ച് എന്താണ് അമൃത തത്വം? മൈക്കിൽ പറയൂ. ഇല്ല, അറിയില്ല. അപ്രമാദമാണ് അമൃത തത്വം. അവസാനത്തെ ചോദ്യം. ആരാണ് ഇന്ദ്രാണിയെ താമരപ്പൂവിൽ ഒളിച്ചു താമസിക്കുന്ന ഇന്ദ്രന്റെ അടുത്ത് എത്തിച്ചത്? ഉപശ്രുതിയാണ് ശരി ഉത്തരം. ഓക്കെ, അപ്പൊ കൂടാലി ഹയർ സെക്കൻഡറി സ്കൂൾ റെഡിയാണല്ലോ? അപ്പോൾ ഒരാൾ ഉറപ്പിച്ച് ഉത്തരം പറയാ, ഉറക്കെ പറയാ, അധികം ആലോചിച്ച് സമയം കളയാതിരിക്കാം. ഓക്കെ, നിങ്ങളുടെ 90 സെക്കൻഡ് ഇത് ആരംഭിക്കുന്നു. ബലരാമൻ ആരുടെ പക്ഷത്തായിരുന്നു? ബലരാമൻ ആരുടെ പക്ഷത്തായിരുന്നു? നിഷ്പക്ഷമായിരുന്നു. ശരി ഉത്തരം. ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാ പാപം ഇല്ലാതാക്കുവാൻ എന്ത് ചെയ്യണമെന്നാണ് വിഷ്ണു ഭഗവാൻ നിർദ്ദേശിച്ചത്? ശരി ഉത്തരം. ശമം, ദമം, ഉപരതി, തിതിക്ഷ എന്നീ ഗുണങ്ങളെ പരിശീലിച്ചാൽ എന്തിനെ ജയിക്കാം? ശരി ഉത്തരം. ഭീഷ്മകന്റെ പുത്രനാര്? ശരി ഉത്തരം. മാതലിയുടെ പുത്രി ആരായിരുന്നു? ഗുണകേശി. ശരി ഉത്തരം. വിശ്വരൂപന് എത്ര മുഖങ്ങൾ ഉണ്ടായിരുന്നു? 3. ശരി ഉത്തരം. പകുതി രാജ്യവും കൂടെ എത്ര ഗ്രാമങ്ങളും തങ്ങൾക്ക് വേണമെന്നാണ് പാണ്ഡവർ ആവശ്യപ്പെട്ടത്? 5. ശരി ഉത്തരം. പ്രമാദമാണ് എന്ന് സനത്സുജാത മഹർഷി പറയുന്നു എന്തിനെ കുറിച്ച്? മൃത്യു. ശരി ഉത്തരം. നഹുഷനെ ശപിച്ചതാര്? അഗസ്ത്യ മഹർഷി. ശരി ഉത്തരം. ആധ്യാത്മിക കാര്യങ്ങളെ പറ്റി ധൃതരാഷ്ട്രരെ ഉപദേശിക്കാൻ വിദുരർ ആരെയാണ് നിയോഗിച്ചത്? ശരി ഉത്തരം. സ്ഥൂണാകർണൻ എന്നും സ്ത്രീയായി തീരട്ടെ എന്ന് ശപിച്ചതാര്? യക്ഷരാജാവായ കുബേരൻ. ശരി ഉത്തരം. ഇന്ദ്രനെ വധിക്കാനായി ത്വഷ്ടാവ് സൃഷ്ടിച്ചത് ആരെയാണ്? വൃത്രൻ, വൃത്രാസുരൻ. ശരി ഉത്തരം.
ഭീഷ്മനെ വധിക്കണമെന്ന് അംബ ആരോടാണ് ആവശ്യപ്പെട്ടത്? പരശുരാമനോട്. പരശുരാമനോട്. ശരി ഉത്തരം. ഇന്ദ്രപത്നി ആരായിരുന്നു? 4 ശചിദേവി. ശചിദേവി. ശരി ഉത്തരം. 1-0. 14 ചോദ്യങ്ങൾക്ക് 14 ശരി ഉത്തരം. ആദ്യത്തെ ടീമിന് 3 ശരി ഉത്തരത്തിന് 30 മാർക്കും, രണ്ടാമത്തെ ടീമിന് ഇപ്പോൾ 14 ചോദ്യങ്ങൾക്ക് 14 ഉത്തരം പറഞ്ഞ് 140 മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്.